അങ്ങനെ തുർക്കിയിലെ ഫസ്റ്റ് ഡേ ഇസ്താംബുൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അങ്കാരയാണ്. അങ്കാര ഏകദേശം ഇസ്താംബുളിൽ നിന്ന് ഒരു 7-7.5 മണിക്കൂർ ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ബസ്സാണ്. ബസ്സിൽ നമ്മളൊരു 3:30-കൊക്കെ പുറപ്പെട്ടിട്ട് അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ബസ്സിലെ യാത്ര നല്ലൊരു കംഫർട്ടായിട്ടുള്ള യാത്രയായിരുന്നു. റോഡുകളായാലും എല്ലാം നല്ല റോഡുകളായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ പ്രയാസങ്ങളില്ലാതെ, അതുപോലെ ബസ്സുകാർ നമുക്ക് ഫുഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരുന്നു. ശേഷം നമ്മൾ ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാൽ കിസിലായി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. മെട്രോ ആക്സസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇത് ഹോട്ടലിൻ്റെ ഏരിയയാണ്. നമ്മൾ വൈകിട്ടെത്തി. ഇത് മോർണിംഗ് വ്യൂ ആണ്. മോർണിംഗിൽ നമ്മൾ അങ്കാര കവർ ചെയ്യാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങാമെന്ന് കരുതിയിട്ട് റെഡി ആയതാണ്. ഈ കിസിലായി എന്ന് പറയുന്ന ഈ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ പോകുന്നത് അനിക് കബീർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് ഇസ്താംബുളിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു കാർഡ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെ മൊത്തം മെട്രോ ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ട്രാവലും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ അനിക് കബീർ മ്യൂസിയം എന്ന് പറയുന്ന ഈ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് മുസ്തഫ കെമൽ അറ്റാതുർക്ക് എന്ന് പറയുന്ന ഒരാളുടെ മ്യൂസിയമാണ്. ഇതിനകത്ത് അവരുടെ ലിപികളും ലിഖിതങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്. ഏകദേശം ഒരു 1 മണിക്കൂറിന് മേലെ അവിടെ ചിലവിടാനായിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ അതിനുള്ള ടൈമും നമ്മൾ കണ്ടിട്ട് പോകണം. മ്യൂസിയവും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് തന്നെയുണ്ട്. ഇതിന് ശേഷം നമുക്ക് പോകാനായിട്ട് അങ്കാര കാസ്റ്റിലാണുള്ളത്. ഇത് ഗാർഡൻ ഏരിയയാണ് അവരുടെ. അതൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ബാക്കി കാര്യങ്ങളായിട്ടൊക്കെ അറേഞ്ച് ചെയ്തതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ പോകുന്ന അങ്കാര കാസ്റ്റിലാണ്. അതിലേക്ക് ഒരു ടാക്സിയിലാണ് നമ്മൾ പോകുന്നത്. പോകുന്ന റൂട്ടിലുള്ള വ്യൂകളൊക്കെ അടിപൊളി തന്നെ. ഇതാണ് കാസ്റ്റിൽ. അങ്കാര കാസ്റ്റിൽ വരുന്നത് അൽറ്റിൻ ടാഗ് എന്ന സ്ഥലത്താണ്.